ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെന്തക്കോസ്ത ധ്യാനത്തിൻ്റെ 8ാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കാം. പ്രിയമുള്ളവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. വെള്ളത്തിനു മീതെ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടേയിരുന്നു. ബൈബിൾ പണ്ഡിതന്മാരും മറ്റ് സഭാ നേതാക്കന്മാരുമൊക്കെ ഈ വചനഭാഗത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യത്തോട് പലപ്പോഴും തുലനം ചെയ്ത് സംസാരിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇവിടെ വെള്ളത്തിനു മീതെ ദൈവത്തിൻ്റെ ചൈതന്യം, ആ ചൈതന്യത്തെ പരിശുദ്ധാത്മാവായിട്ട് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അത് പറയുക എന്നതിനേക്കാൾ ഉപരി അവിടെ 3 കുറവുകൾ ഈ വചനത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഒന്ന്, രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു, അന്ധകാരാവൃതമായിരുന്നു. രൂപരഹിതം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഞാനൊരു രൂപരഹിതമായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നെങ്കിൽ എനിക്ക് നിയതമായിട്ടുള്ളൊരു രൂപമില്ല. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ രൂപം മാറും. ഞാൻ എവിടെ വയ്ക്കുന്നോ അതേപോലെ ആയിപ്പോവും. ഉദാഹരണത്തിന്, ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ കയ്യിൽ വെക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ രൂപം അത് ഗ്ലാസിൻ്റേതാണല്ലോ. അതേപോലെ രൂപരാഹിത്യത്തിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. രൂപരഹിതമായിരുന്നു. മറ്റത് ശൂന്യമായിരുന്നു. ശൂന്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തൊരവസ്ഥ. അപ്പോൾ രൂപമില്ല എന്ന് പറയാനായിട്ട് അവിടെ ഒന്നുമില്ല, പിന്നെ എങ്ങനെയാണ് രൂപം ഉണ്ടാവും? അതുകൊണ്ട് രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു. 3-ാമത്തത് അന്ധകാരാവൃതമായിരുന്നു. കാരണം അവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടും കാര്യമില്ല, അവിടെ ഉണ്ടായിട്ടുള്ളത് കാണാനായിട്ട് വെളിച്ചമില്ല. അതുകൊണ്ട് മൊത്തത്തിൽ സാധാരണ ഭാഷയിൽ പറഞ്ഞ കുളമായി കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നതിന് മുമ്പ്. അങ്ങനെ വെള്ളത്തിന് മീതെ ദൈവത്തിൻ്റെ ചൈതന്യം ഇങ്ങനെ ചലിച്ചു തുടങ്ങിയപ്പോൾ എല്ലാത്തിനും നിയതമായ രൂപം വന്നു, എല്ലാത്തിനും നിയതമായ ആകൃതി വന്നു, എല്ലാ മേഖലകളിലേക്കും പ്രകാശവും വരിക. ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ ഒരു ആദ്യത്തെ വാചകം വായിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റി ഇങ്ങനെ ധ്യാനിച്ച് വചനവായനയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് എസെക്കിയേൽ പ്രവാചകൻ്റെ ദർശനം വരുമ്പോൾ നമ്മളൊന്ന് വീണ്ടും ഒന്ന് സ്റ്റക്കാവും. വേറൊന്നുമല്ല, ഈ രൂപരഹിതവും ശൂന്യവും അന്ധകാരാവൃതവുമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണ് നമ്മളുടെ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അസ്ഥികളുടെ താഴ്വര എന്ന് പറയുന്ന തലക്കെട്ടോടുകൂടെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അസ്ഥികളുടെ താഴ്വര പ്രവാചകൻ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ ഈ അസ്ഥികൾ നിറഞ്ഞു കിടക്കുന്ന താഴ്വരയിലേക്ക് വരിക. പ്രവാചകനോട് പറഞ്ഞു, നീ അസ്ഥികളോട് പ്രവചിക്കാൻ. പ്രവാചകൻ ഒന്നും നോക്കിയില്ല, അസ്ഥികളോട് പ്രവചിച്ചു.
പരസ്പരം വേർപെട്ട് കിടന്നിരുന്ന അസ്ഥികൾ ഒരു കിരികിരാ ശബ്ദത്തോടുകൂടി ഒന്നായി ചേർന്നു. അവയ്ക്ക് മുകളിൽ മജ്ജയും മാംസവും വന്നു ചേർന്നു. ഏറ്റവും മുകളിൽ ചർമ്മം ഒരു ആവരണമായിട്ട് വന്നുവിട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പ്രവാചകൻ്റെ ആദരങ്ങളിലൂടെ ഈ അസ്ഥികൾക്ക് മുകളിലേക്ക് ഇങ്ങനെ പ്രവഹിക്കപ്പെട്ടപ്പോൾ ഈ അസ്ഥികൾക്ക് നിയതമായിട്ടുള്ളൊരു രൂപം വന്നു. ഈ അസ്ഥികൾക്ക് നിയതമായിട്ടുള്ളൊരു ആകൃതി വന്നു. അതിന് ഒരു ചട്ടക്കൂടുണ്ടായി. കാണുമ്പോൾ മനുഷ്യരെ പോലെ അത് തോന്നും, പക്ഷേ വീണ്ടും അവിടെ കുറവുണ്ടായിരുന്നു. എന്താണ്? കാണുമ്പോൾ നമ്മളെപ്പോലെ തോന്നുമെങ്കിലും ജീവനുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും ദൈവമായ കർത്താവ് പ്രവചിച്ചു. ദൈവമായ കർത്താവ് പ്രവാചകനോട് പറഞ്ഞു, നീ വീണ്ടും പ്രവചിക്കുക. അങ്ങനെ അവൻ വീണ്ടും പ്രവചിക്കുകയാണ്. ആ പ്രവചനം നിഹിതന്മാരിലേക്ക്, ഈ ജീവവായു ഈ നിഹിതന്മാരിലേക്ക് ആഞ്ഞുവീശൻ. അങ്ങനെ ഈ ജീവവായു ഇതിലേക്ക് പ്രവേശിച്ചപ്പോൾ അവർക്ക് ജീവനുണ്ടായി. പ്രിയമുള്ളവരെ, ബാബിലോൺ പ്രവാസ കാലഘട്ടത്തിൽ ഈ ഇസ്രായേൽ ജനത അനുഭവിച്ച രൂപരഹിതവും ശൂന്യവും അന്ധകാരാവൃതവുമായ ഒരവസ്ഥയെപ്പറ്റി പ്രതിപാദിക്കാനാണ് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഈ അസ്ഥികളുടെ താഴ്വര നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ഉണ്ടായിരുന്ന രൂപരാഹിത്യം, ശൂന്യത, അന്ധകാരം, അത് ബാബിലോൺ പ്രവാസ കാലഘട്ടത്തിൽ അവർ അതേപോലെ തന്നെ അനുഭവിച്ചിരുന്നു എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. ഇത് പഴയ നിയമത്തിൽ സംഭവിച്ചൊരു കാര്യം. പുതിയ നിയമത്തിലേക്ക് വരിക, അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിലും ഇതുപോലെ രൂപരഹിതം, ശൂന്യം, അന്ധകാരാവൃതമായിട്ടുള്ളൊരവസ്ഥ 12 ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ആമുഖത്തിൽ ഞാൻ നേരത്തെ 2 ദിവസം മുമ്പുള്ള ധ്യാനത്തിൽ സൂചിപ്പിച്ചതാണ്. ഈ ശിഷ്യന്മാർക്ക് സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടു എന്ന് പറയാം. ഇനി എങ്ങനെ, ഇനി എപ്രകാരം, ഇനി ആരുടെ സഹായത്താൽ ഞങ്ങൾ മുന്നോട്ട് പോകും അവർക്കറിയത്തില്ല. അവർക്ക് രൂപരാഹിത്യത്തിൻ്റെ, ശൂന്യതയുടെ, അസ്വസ്ഥതയുടെ, ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരാകെ തുകയായി അവരുടെ ജീവിതം മാറുക. അതുകൊണ്ട് അവർ ഒരുമിച്ച് കൂടി പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ ഒരു മുറിയിൽ കയറി വാതിലുകളൊക്കെ അടച്ചിങ്ങനെ ഇരുന്നു. അവരുടെ അവസ്ഥ എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര പേടിയാണ്, പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ആ സമയത്താണ് പരിശുദ്ധാത്മാവ് എന്തിൻ്റെ രൂപത്തിൽ? ആ തീനാളത്തിൻ്റെ രൂപത്തിൽ അവരിലേക്ക് ഇറങ്ങി വരിക. അവരിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവർക്ക് കൃത്യമായ രൂപമായി. ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, ആരുടെ സഹായത്തോടു കൂടെ മുന്നോട്ട് പോകണം എന്നതിൻ്റെ കൃത്യമായ ഒരു നേർചിത്രം അവർക്ക് വരച്ചു കാണിക്കാൻ സാധിച്ചു. അവരുടെ ജീവിതത്തിൽ നിന്ന് ഭയം ഓടിയാണ്. അവരുടെ ജീവിതം ഇരുട്ടിൽ തപ്പിപ്പടഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇരുട്ടിൽ തട്ടിത്തടഞ്ഞപ്പോൾ അവർക്ക് പുറത്തേക്ക് വരാനുള്ള ഒരു പ്രകാശമായിട്ട് ഇതാ ക്രിസ്തുവിൻ്റെ ആത്മാവ് ദീപനാളത്തിൻ്റെ രൂപത്തിൽ അവരിലേക്ക് വരിക. അവരുടെ ശരീരത്തിൽ അത് അടിമുടി മാറ്റം വരുത്തുക. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ, പ്രവചന ഗ്രന്ഥത്തിൽ, പുതിയ നിയമത്തിൽ ഒക്കെ രൂപരഹിതം, ശൂന്യം, അന്ധകാരാവൃതമായിട്ടുള്ള അവസ്ഥകൾ സംജാതമാകുമ്പോൾ അവിടേക്ക് പരിശുദ്ധാത്മാവിൻ്റെ കടന്നുവരവ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം വളരെ കൃത്യമായിട്ട് വചനത്തിൽ നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ ഇത് വചനത്തിൽ മാത്രം നിലനിൽക്കേണ്ട ഒരു കാര്യമല്ല. വ്യക്തി ജീവിതത്തെ ഒന്ന് പരിശോധിച്ച്, വ്യക്തി ജീവിതത്തിൽ ചിലപ്പോൾ ഇതുപോലെ ഉണ്ടാവില്ലേ? കണ്ണിലിരുട്ട് കയറിയ ഒരവസ്ഥയാണ് അച്ഛാ, എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല അച്ഛാ, എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നണില്ല, അല്ലേ? നമ്മൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ജീവിതം ഇനി എവിടെ ചെന്ന് അവസാനിക്കുന്ന ഒരു പിടിയിൽ. പ്രിയമുള്ളവരെ, എനിക്ക് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ചിലപ്പോൾ ചില വ്യക്തികളോടുള്ള വൈരാഗ്യം, വിരോധം, അതൊക്കെ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറില്ലേ, എന്നെക്കൊണ്ട് പറ്റത്തില്ല. നിന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന്. നിന്നെക്കൊണ്ട് അല്ലെങ്കിൽ എന്താ പറ്റുക? നിന്നെക്കൊണ്ട് ഒന്നും പറ്റത്തില്ല. നിനക്ക് പറ്റാവുന്ന ഒറ്റ കാര്യം, എന്നെക്കൊണ്ടിത് പറ്റത്തില്ല എന്ന തിരിച്ചറിവിൽ പറ്റാവുന്ന ഒരുത്തനായ ക്രിസ്തുവിനെ ഈ ഒരു കാര്യത്തിലേക്ക് ചേർത്ത് പിടിക്കുക. അതിനെയാണ് ക്രിസ്തു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ക്രിസ്തു പറയുന്നത്, നിനക്ക് പറ്റത്തില്ലെന്ന് എനിക്കറിയാന്നേ, പക്ഷേ നീ എന്നെ വിളിക്കണില്ല. ഞാൻ നിൻ്റെ ഒരു വിളി കേട്ട് നിൻ്റെ അടുത്തിങ്ങനെ വളരെ സ്നേഹത്തോടെ, തീക്ഷ്ണമായ ആഗ്രഹത്തോടെ നിൻ്റെ അടുത്ത് നിൽക്കുക. നിൻ്റെ ജീവിതത്തിൽ പറ്റാത്ത കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ കെൽപ്പുള്ള സാന്നിധ്യമായി നിൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ നീ പലപ്പോഴും തിരിച്ചറിയാതെ, എന്നെ ഗവനിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ സങ്കടപ്പെട്ട് നിൽക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രൂപരഹിതം, ശൂന്യം, അന്ധകാരം, അത് അനുദിന ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം.
അങ്ങനെ അനുദിന ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാര്യത്തെ ഇതിൽ നിന്ന് രൂപരാഹിത്യത്തിൽ നിന്ന് രൂപത്തിലേക്ക്, ശൂന്യതയിൽ നിന്ന് നിറവിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നമ്മെ വഴി നടത്തുവാൻ വേണ്ടി രക്ഷകനായ ക്രിസ്തുനാഥൻ നമുക്ക് പകർന്നു നൽകിയ പരമമായ യാഥാർത്ഥ്യമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് സഹായകനാണ്. എപ്പോഴാണ് സഹായിക്കുന്നത്? എപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കും. പലപ്പോഴും വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെ ഈ പരിശുദ്ധാത്മാവിനെ പറ്റിയൊക്കെ ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ഒരുപാട് പ്രതീകങ്ങളുണ്ട്. തിരുവചനത്തിൽ ഒരുപാട് പ്രതീകങ്ങൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ പറ്റി കാണാൻ സാധിക്കും. പ്രാവ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമാണ്. വെള്ളം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമാണ്. പിന്നെ ദീപസ്തംഭം അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമാണ്. പിന്നെ മുദ്ര അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമാണ്. അങ്ങനെ പ്രതീകങ്ങൾ ഒരുപാടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതീകമായിട്ട് സഭ പരിശുദ്ധാത്മാവിനെ വരച്ചു കാണിക്കുന്നത് തീയാണ്, തീനാളം. എനിക്ക് അതിന് പ്രാധാന്യം കൊടുക്കാനാണ് ഇഷ്ടം. മറ്റ് പ്രതീകങ്ങൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നിഴലിച്ച് നിൽക്കുമ്പോഴും ക്രിസ്തുവിൻ്റെ ആത്മാവിനെ തീനാളമായി പ്രതിപാദിക്കുന്നത് സഭയുടെ ജന്മദിനത്തിലാണ്. ആ തീനാളങ്ങൾ വെറുതെയുള്ള തീനാളങ്ങളായിരുന്നില്ല. അത് അവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ അവർക്ക് ചൂടുണ്ടായി, അവർക്ക് വെളിച്ചമുണ്ടായി. പ്രിയമുള്ളവരെ, ഈ ദീപനാളത്തിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം ദീപനാളത്തിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വേറെ ഏതെങ്കിലും രൂപത്തിൽ വരുത്തായിരുന്നില്ലേ? പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് വെള്ളത്തിൻ്റെ രൂപത്തിൽ ശിഷ്യന്മാരുടെ മേൽ ഒഴുകി ഇറങ്ങിയില്ല? അതുമല്ല എങ്കിൽ മേഘത്തിൻ്റെ രൂപത്തിൽ എന്തുകൊണ്ട് ഇറങ്ങി വന്നില്ല? പ്രാവിൻ്റെ രൂപത്തിൽ വരാമായിരുന്നില്ലേ? പക്ഷെ ഇതൊന്നും വരാതെ എന്തുകൊണ്ട് അഗ്നിയുടെ രൂപത്തിൽ വന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ളൊരു ഉത്തരം, അത് ഇവിടെ പ്രായമായവർക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടും. പഴയ ഒരു സിനിമയാണ് നേരറിയാൻ CBI എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മുടെ മമ്മൂട്ടിയും തിലകനും തമ്മിലൊരു സംഭാഷണമുണ്ട്. ഈ സിനിമ കാണുന്നത് നല്ലതാണെന്നൊക്കെ ചിന്തിക്കുന്ന പലരും ഉണ്ടാകും. പക്ഷേ പല നന്മകളും നല്ലതും പലതിൽ നിന്ന് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അങ്ങനെ എൻ്റെ മനസ്സിലേക്ക് അന്ന് വന്ന ഒരു ചിന്ത ഇതാണ്. ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മമ്മൂട്ടിയുടെ അടുത്ത് തിലകം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പഞ്ചഭൂതങ്ങൾ എന്തൊക്കെയാണോ? അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിട്ട് മമ്മൂട്ടി പറയുന്നുണ്ട്, ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി, ഇതാണ് പഞ്ചഭൂതങ്ങൾ. ഓക്കെ, അത് നീ കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ വേറൊരു ചോദ്യം കൂടിയുണ്ട്. ഇതിൽ നിന്ന് അഗ്നിയെ മറ്റ് ഭൂതങ്ങളിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്ന പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു. അപ്പം അതിന് അവൻ പറഞ്ഞ മറുപടി അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റ് 4 ഭൂതങ്ങളും പലതിനെയും വിശുദ്ധീകരിക്കാറുണ്ട്. പക്ഷേ വിശുദ്ധീകരിച്ചത് എന്താണോ ആ വിശുദ്ധീകരിക്കപ്പെട്ട വസ്തു വിശുദ്ധിയായിട്ട് നിൽക്കും. പക്ഷേ അതിൻ്റെ അഴുക്ക് ഇത് സ്വന്തമാക്കും. പക്ഷേ അഗ്നി വിശുദ്ധീകരിക്കും. പക്ഷേ ഏതാണോ വിശുദ്ധീകരിക്കപ്പെട്ടത് ആ വിശുദ്ധീകരിക്കപ്പെട്ടതിൻ്റെ അശുദ്ധി അഗ്നി ഒരിക്കലും സ്വന്തമാക്കത്തില്ല. അഗ്നി അപ്പോഴും വിശുദ്ധമായിട്ട് തന്നെ നിൽക്കുമെന്നാണ് പറയും. ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിൽ അഴുക്ക് വന്നു, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് കഴുകി ക്ലീനാക്കും. അപ്പോൾ ശരീരത്തിൻ്റെ അഴുക്ക് പോകും, പക്ഷേ വെള്ളത്തിൽ അഴുക്കായി. ആ അഴുക്ക് വെള്ളം നമ്മൾ പുറത്ത് കൊണ്ടുപോയി ഭൂമിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കളയുമ്പോൾ ആ വെള്ളം ശുദ്ധമായിട്ട് ഭൂമിക്കുള്ളിലേക്ക് ഇറങ്ങിപ്പോകും. മുകളിലുള്ള മണ്ണ് അശുദ്ധമാവും. നല്ല വെയിലും ഒക്കെ കൊണ്ട് ആ മണ്ണിൽ നിന്ന് പൊടി അത് അന്തരീക്ഷത്തെ മലിനമാക്കും. ചുരുക്കി പറഞ്ഞാൽ ആകാശം, ഭൂമി, വായു, ജലം, ഇത് 3 പലപ്പോഴും അവർ അശുദ്ധമാക്കപ്പെടുന്നുണ്ട്. പക്ഷേ അഗ്നി അതൊരിക്കലും അശുദ്ധമാവില്ല. അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു അഗ്നിയുടെ രൂപത്തിൽ ആത്മാവ് ഇറങ്ങി വന്നത്. അഗ്നിയുടെ രൂപത്തിൽ ആത്മാവ് ഇറങ്ങി വന്ന് അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുമ്പോൾ ഞാൻ എന്ന വ്യക്തി അഗ്നിയായിട്ട് മാറുക. ഞാനെന്ന വ്യക്തി അഗ്നിയായിട്ട് മാറുമ്പോൾ അഗ്നിയുള്ള ഞാൻ ഈ ലോകത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ലോകത്തിൻ്റെ അശുദ്ധി എൻ്റെ ജീവിതത്തെ ബാധിക്കുന്നില്ല. അത് മാത്രമല്ല, ലോകത്തിൻ്റെ അശുദ്ധി ഞാൻ മൂലം ഇല്ലാതാകുകയും ആ അശുദ്ധി എൻ്റെ ജീവിതത്തെ ബാധിക്കാതെ ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ ഔസേപ്പിതാവിന് കൊടുക്കുന്ന ഒരു വിശേഷണമുണ്ട്. എന്താ? നീതിമാനായിരുന്നു. നീതിമാൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നീ തീയാകുന്ന അവസ്ഥയാണ്. നീ തീയാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് നീയല്ല, മറിച്ച് നിൻ്റെ ഉള്ളിലെ ആത്മാവാണ് നിന്നെ വഴി നടത്തുന്നത്. ആ ഒരു ബോധ്യത്തിലേക്ക് നിന്നെ
കൈ പിടിച്ച് നടത്താനാണ് ഈ അഗ്നി നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറഞ്ഞ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം കൊണ്ടു നടക്കേണ്ട ഒരു വിശേഷണം എന്ന് പറയുന്നത് ഞാൻ നീതിമാനാണ്. ഞാൻ നീതിമാൻ എന്ന് പറയുമ്പോൾ ഞാൻ തീയായിട്ട് മാറുക. തീ എന്ന് പറയുന്നത് ഒരിക്കലും അശുദ്ധമാകാതെ മറ്റുള്ളവരെ വിശുദ്ധമാക്കുന്ന സുന്ദരമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ ഒരു യാഥാർത്ഥ്യത്തെ ഞാനിങ്ങനെ സ്വന്തമാക്കി ഞാനിങ്ങനെ മുന്നോട്ട് ജീവിക്കുമ്പോൾ ഞാൻ ആത്മാവിൻ്റെ അഭിഷേകത്താൽ ഇങ്ങനെ നിറയാം. അങ്ങനെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ ഞാനിങ്ങനെ നിറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഞാനല്ല ജീവിക്കുന്നത്, മറിച്ച് എനിക്ക് എൻ്റെ ദൈവം സഹായകനായി നൽകിയ പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങനെ വഴി നടത്തുകയാണ് എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ട് വരും. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷേ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പിതാവിനെയും പുത്രനെയും കണ്ടു നടക്കാൻ പറ്റും, പക്ഷെ കൊണ്ട് നടക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവ് നമ്മളിങ്ങനെ കൊണ്ട് നടക്കുന്നതിൻ്റെ എളുപ്പത്തിലുള്ളൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ പായ്ക്കപ്പൽ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാകും, നേരിട്ടല്ലെങ്കിലും പല വീഡിയോകളിലും പല സിനിമകളിലും ഒക്കെ. അതുകൊണ്ട് ഈ കപ്പലിനെ ഇതിൻ്റെ കാറ്റ് ഇതിനെ യഥാസ്ഥാനത്തേക്ക് ഇങ്ങനെ ചലിപ്പിച്ചു കൊണ്ടിരിക്കും. ഈ കാറ്റിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷേ ഈ കപ്പലിനെ ചലിപ്പിക്കുന്നത്, മുന്നോട്ട് നയിക്കുന്നത് ഈ കാറ്റിൻ്റെ സാന്നിധ്യം. അതേപോലെ തന്നെയാണ് നമ്മളുടെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കത്തില്ല, പക്ഷേ പരിശുദ്ധാത്മാവിനാൽ നമ്മളിങ്ങനെ നയിക്കപ്പെടുകയാണ്. എവിടേക്ക്? ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു യാത്രയിലേക്ക് ഇങ്ങനെ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നാം കൊണ്ടു നടക്കേണ്ട വലിയൊരു സാന്നിധ്യം ഈ പരിശുദ്ധാത്മാവാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയിൽ നാം നേരത്തെ ശ്രവിച്ചതാണല്ലോ, ഈ രൂപരഹിതവും ശൂന്യവും അന്ധകാരാവൃതവുമായിട്ടുള്ളൊരവസ്ഥ വരുന്നു. അതോടൊപ്പം തന്നെ ബാബിലോൺ പ്രവാസ കാലഘട്ടത്തിലും അതുണ്ടായിരുന്നു എന്ന് നമ്മെ തിരിച്ചറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ആ ഒരു ദൈവീക ദർശനത്തിൽ നാം വായിക്കുന്നു. ഇത് തന്നെയാണ് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിലൂടെ നാം തിരിച്ചറിയുന്നത്. ശിഷ്യന്മാരുടെ ജീവിതത്തിലും ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നിലനിന്നിരുന്ന ഈ ഒരു അസ്വസ്ഥത നിറഞ്ഞ ഒരു അന്തരീക്ഷത്തെ സ്വസ്ഥമാക്കിയത് ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ ഇത് തിരുവചനത്തിൽ മാത്രം കണ്ട് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല കേട്ടോ. വ്യക്തി ജീവിതത്തിലും നമ്മളത് ദർശിക്കണം. വ്യക്തി ജീവിതത്തിൽ നമ്മളത് ദർശിക്കണമെന്ന് പറഞ്ഞത് നമുക്കറിയാം. ഈശോയുടെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അഗ്നിയുടെ രൂപത്തിലാണ്. അഗ്നിക്കുള്ള പ്രത്യേകത നമ്മൾക്കറിയാലോ. ആ ഒരു അഗ്നിയുടെ പ്രത്യേകത നമുക്ക് നൽകുന്ന ഒരു ചിന്ത എന്ന് വെച്ചത് അത് വെളിച്ചം നൽകും. അതോടൊപ്പം തന്നെ അത് നൽകുന്ന വേറൊരു കാര്യമുണ്ട്, അത് വെളിച്ചം മാത്രമല്ല നൽകുന്നത്, മറിച്ച് അത് ചൂട് തരും. അല്ലേ? നമ്മുടെ ശരീരത്തെ ഒന്ന് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ചൂടുണ്ടാവും. തൊട്ട് നോക്കിയിട്ട് ചൂടില്ലെങ്കിലോ, മരവിച്ചാണ് ഇരിക്കണമെന്നെങ്കിലോ, ഒരു ശരീരത്തെ നമ്മളിങ്ങനെ തൊട്ട് നോക്കുക. ശരീരത്തെ തൊട്ട് നോക്കുമ്പോൾ ശരീരത്തിന് ചൂടില്ല, മരവിച്ചിരിക്കുക. മരവിച്ചിരിക്കുന്നതല്ല, ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, എന്താ? മരിച്ചിരിക്കുക. അതുകൊണ്ട് ചൂട് നഷ്ടപ്പെടുക എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അത് തീർച്ചയായും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പ്രാണൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് എന്നും ചൂടോടുകൂടെ ഇരിക്കാനായിട്ട് പരിശ്രമിക്കണം. ആത്യന്തികമായി ചൂട് നമുക്ക് ലഭിക്കുന്നത് ഒരൊറ്റ സ്ഥലത്തു നിന്നാണ്, അത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ആ ദൈവീക ആത്മാവോടിങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളും എന്നും ചൂടുള്ളവരായിട്ട് നിൽക്കുമെന്നാണ് പറയുന്നത്. നമുക്കൊക്കെ കേട്ട് പരിചിതമായിട്ടുള്ള ഒരു ഉപമയുണ്ട്. ഉപമ എന്ന് പറയാൻ പറ്റുള്ള ഒരു കഥയാണ്. ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കഥാകൃത്ത് ഈ കനലും കരിയും തമ്മിലുള്ളൊരു സംഭാഷണം രേഖപ്പെടുത്തേണ്ടത്. അത് വേറെ ഒന്നുമല്ല, ഈ കനലിൻ്റെ അടുത്ത് കരി വന്നിട്ട് പറഞ്ഞു, എടാ നിന്നെ കാണാൻ എന്ത് രസമാണ്. അപ്പോൾ കനൽ പറഞ്ഞു, എടാ ഈ രസം വേണമെങ്കിൽ നിനക്ക് ഞാൻ എളുപ്പത്തിൽ തരാം. അപ്പോൾ കരിക്കട്ടക്ക് ഭയങ്കര സന്തോഷമായി, എനിക്ക് വേണം. എന്നിട്ട് കനൽ കരിയോട് പറഞ്ഞു, നീ കുറച്ച് നേരം എൻ്റെ കൂടെ ചേർന്ന് നിൽക്ക്, അപ്പോൾ ഈ സൗന്ദര്യം നിനക്ക് കിട്ടും. അപ്പോൾ കരിക്കട്ടക്ക് ഭയങ്കര സന്തോഷമായി. കരിക്കട്ട വേഗം ഈ കനലിനോട് ഇങ്ങനെ ചേർന്ന് നിന്നു. കുറച്ച് നേരം നിന്നുള്ളൂ. അവൻ ചാടി ഇങ്ങനെ മാറിയിട്ട് കനലിനോട് പറഞ്ഞു, എന്തൊരു ചൂടാടാ നിൻ്റെ കൂടെ നിൽക്കാൻ, എനിക്ക് പറ്റത്തില്ല. അപ്പോൾ കനൽ പറയുന്നുണ്ട്, ഈ ചൂട് ഒരു ഇച്ചിരി നേരം ഒന്ന് സഹിച്ചെൻ്റെ കൂടെ നിന്ന് നോക്കെ, ഞാൻ പ്രകാശിക്കുന്നത് പോലെ നീയും പ്രകാശിക്കും. എന്നിട്ട് ഈ കഥാകൃത്ത് അതിൻ്റെ താഴത്ത് എഴുതി വച്ചിരിക്കുന്ന ഒരു സുന്ദരമായ ഒരു ക്യാപ്ഷൻ ഇങ്ങനെയാണ്: കരിക്കട്ട ഒരിക്കലും കരിക്കട്ടയായിട്ട് ജനിക്കുന്നില്ല. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ കനലിൽ നിന്ന് പൊട്ടിത്തെറിച്ചു പോയ ഒരു കഷ്ണമാണ് പിന്നീട് കരിക്കട്ടയായിട്ട് മാറുന്നത്.
പ്രിയമുള്ളവരെ, ഇത് വായിച്ചു കേൾക്കുമ്പോൾ നമ്മൾ ഇച്ചിരിക്ക് മുമ്പ് കേട്ട ആ ഒരു ദൈവീക ചിന്തയുമായിട്ടൊന്ന് ചേർത്തൊന്ന് ചിന്തിച്ചു നോക്കി. ഞാനെന്നും ക്രിസ്തുവാകുന്ന കനലിനോട് ചേർന്നിരിക്കേണ്ടവൻ. ക്രിസ്തുവാകുന്ന കനലിനോട് ചേർന്നിരുന്നവനാണ് ഞാൻ. അതുകൊണ്ടാണല്ലോ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞത്, എങ്കിലും എൻ്റെ കുഞ്ഞെ, നിനക്കെതിരെ എനിക്കൊരു പരാതിയുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നിനക്കിപ്പോഴില്ല. അതുകൊണ്ട് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹത്തിലേക്ക് നീ തിരിച്ചു വരാൻ പറയാം. ആദ്യം ഉണ്ടായിരുന്ന സ്നേഹത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാകുന്ന കനലിനോട് ഞാൻ ചേർന്നിരിക്കാനായിട്ട് പരിശ്രമിക്കണം. ക്രിസ്തുവാകുന്ന കനലിനോട് ചേർന്നിരിക്കുമ്പോൾ നമുക്ക് പൊള്ളുന്ന അനുഭവം ഉണ്ടാകും. വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, അത് നമ്മളുടെ കുടുംബ ജീവിതത്തിലാണെങ്കിലും ആധ്യാത്മിക ജീവിതത്തിലാണെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ ക്രിസ്തുവാകുന്ന കനലിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ പൊള്ളുന്ന അനുഭവം ഉണ്ടാകും. ആ പൊള്ളുന്ന അനുഭവം നമുക്ക് തരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, എന്ത് കാര്യത്തിന് ഇവൻ്റെ കൂടെ നിന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? അങ്ങനെ അതുകൊണ്ട് അവരിൽ നിന്ന് നമ്മൾ തെന്നി മാറിപ്പോകും. അപ്പോൾ ഈ ക്രിസ്തുവാകുന്ന കനൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ വീണ്ടും ഇങ്ങനെ നമ്മളിങ്ങനെ ചേർത്ത് നിർത്താൻ പരിശ്രമിക്കും. പക്ഷേ നമ്മളിങ്ങനെ കേൾക്കാത്ത രീതിയിൽ ഇങ്ങനെ വിട്ടുപോകും. അങ്ങനെ പിന്നീട് നമ്മളെപ്പോഴോ കരിയായിട്ട് മാറും. ശരിക്കും നമ്മളുടെ ദൗത്യവും നമ്മളുടെ ആഹ്വാനവും നമ്മളുടെ ഉത്തരവാദിത്വവും ക്രിസ്തുവാകുന്ന ഈ കനലിനോട് ചേർന്ന് നിൽക്കാനായിരുന്നു. പക്ഷേ ക്രിസ്തുവാകുന്ന കനലിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കാനായിട്ട് നാം പരിശ്രമിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വേദനകളുണ്ടാകും, അസ്വസ്ഥതകളുണ്ടാകും, ഇതുപോലെ പൊള്ളുന്ന അനുഭവം ഉണ്ടാകും. ആ പൊള്ളുന്ന അനുഭവങ്ങളും വേദനകളും അസ്വസ്ഥതകളും വരുമ്പോൾ നമ്മളോട് തന്നെ പറയും, എന്ത് കാര്യത്തിനാണ്? കനലായി നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത്ര കഷ്ടപ്പാടുള്ളൂ, കരിയായിട്ട് ജീവിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും നാം സ്വയമേവ കരിയായിട്ട് തരം താഴും. പ്രിയമുള്ളവരെ, വ്യക്തി ജീവിതത്തിൽ സഹനങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല. സഹനത്തെ രണ്ട് തരത്തിൽ നമുക്ക് കാണാൻ പറ്റുമെന്നേ. സഹനത്തെ കർത്താവിൻ്റെ സ്നേഹമായിട്ട് കാണാൻ പറ്റും. കർത്താവിൻ്റെ സ്നേഹമായിട്ട് നമ്മൾ സഹനത്തെ കാണുമ്പോൾ കർത്താവ് തന്നെ നമ്മളെ ഇങ്ങനെ എടുത്തുയർത്തി വിശുദ്ധിയുടെ ഒരു തട്ടിലേക്ക് നിർത്തും. ഈ സഹനത്തെ ഒരു വേദനയായിട്ട് കാണാം. ഒരു വേദനയായിട്ട് കാണുമ്പോൾ വേറെ ആരും വരേണ്ട ആവശ്യമില്ല. നാം തന്നെ താഴ്ത്തി നമ്മൾ രോഗത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് വരിക. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ രണ്ട് സാധ്യതകളുണ്ട്. വേണമെങ്കിൽ രോഗിയാകാം, അതുമല്ല എങ്കിൽ ഈ വിശുദ്ധി ആസ്വദിച്ചുകൊണ്ട് കനലിൻ്റെ ആ ഒരു സൗന്ദര്യം ആസ്വദിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. ഏതാണ് ഞാൻ ചെയ്യേണ്ടത്? എന്താണ് ഞാൻ എടുക്കേണ്ടത്? അതെൻ്റെ മനോഭാവമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ വ്യക്തി ജീവിതത്തിലെ എല്ലാവിധ അസ്വസ്ഥതകളെയും തമ്പുരാന് കൊടുക്കാൻ പറ്റണം. ഒറ്റ കാര്യം മാത്രം ചിന്തിക്കണം. നിൻ്റെ ജീവിതത്തിൽ രൂപരാഹിത്യം ഉണ്ടാകും, നിൻ്റെ ജീവിതത്തിൽ ശൂന്യതയുണ്ടാകും, നിൻ്റെ ജീവിതത്തിൽ അന്ധകാരം നിറഞ്ഞ അവസ്ഥയുണ്ടാകും. ഒരൊറ്റ കാര്യം മാത്രം നീ മനസ്സിൽ ഓർക്കണം, ഇതൊക്കെ ഉണ്ടാകുന്നത് ഞാൻ കൂടെ അറിഞ്ഞിട്ട്. നീ വിചാരിക്കരുത് നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, നിൻ്റെ പ്രാർത്ഥനകളൊന്നും ഞാൻ കേൾക്കുന്നില്ല. എനിക്കറിയാം, നിന്നേക്കാൾ കൂടുതൽ നിന്നെ അറിയാവുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ നിൻ്റെ ജീവിതത്തിലേക്ക് ഇതുപോലുള്ള രൂപരാഹിത്യം, ശൂന്യത, അന്ധകാരമൊക്കെ തരുമ്പോൾ നീ വിചാരിക്കരുത് എനിക്ക് മാത്രം ഇത് തരത്തുള്ളൂ എന്ന്. അങ്ങനെയല്ല. ഇത് തരണം ചെയ്യാനുള്ള കൃപ നിനക്ക് ഞാൻ തരും. ആ കൃപ കൊണ്ട് ഇതിൽ നിന്ന് നിനക്ക് നിയതമായ രൂപത്തിലേക്ക്, നിറവിലേക്ക്, പ്രകാശത്തിലേക്ക് കടന്നു വരാനായിട്ട് പറ്റും. അതുകൊണ്ട് നിനക്ക് പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിനക്ക് തരുന്നത്. അതുകൊണ്ട് അത് ആ രീതിയിൽ നിനക്ക് ദർശിക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഞാൻ തരുന്ന വേദനകളെ, ഞാൻ തരുന്ന സഹനങ്ങളെ, ഞാൻ തരുന്ന കഷ്ടപ്പാടുകളെ, ബുദ്ധിമുട്ടുകളെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ആ ഒരു ബോധ്യത്തോടെ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റിയാൽ വിശ്വസിക്കുക, നിൻ്റെ ജീവിതത്തിലെ സഹനത്തെ എൻ്റെ സ്നേഹമായിട്ട് കണ്ടാൽ ഞാൻ നിന്നെ വിശുദ്ധിയുടെ പീഠത്തിലേക്ക് എടുത്തു വയ്ക്കും. നിൻ്റെ ജീവിതത്തിലെ സഹനത്തെ വെറും വേദനയായി തരം താഴ്ത്തിയാൽ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നീ രോഗിയായിരിക്കും. അതുകൊണ്ട് നീ രോഗാവസ്ഥയിൽ ജീവിക്കണോ വിശുദ്ധ അവസ്ഥയിൽ ആസ്വദിക്കണോ എന്നത് നിൻ്റെ തീരുമാനം. അതുകൊണ്ട് നീ നല്ല തീരുമാനം നടത്തി പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ദൈവസ്നേഹം ആസ്വദിച്ച് മുന്നോട്ട് പോകുവാൻ പരിശ്രമിക്കുക. ദൈവം അതിന് നമ്മളെ പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കരുണ തന്നൾ താരയിൽ മോഹങ്ങൾ തിരി തെളിച്ചു
മോഹങ്ങൾ തിരി തെളിച്ചു. കാറ്റിൽ കേടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കാറ്റിൽ കെടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കാറ്റിൽ കേടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കാറ്റിൽ കെടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രൂപരാഹിത്യത്തിലേക്കും ശൂന്യതയിലേക്കും അന്ധകാരത്തിലേക്കും കർത്താവിൻ്റെ ചൈതന്യം ഇറങ്ങി വരുമ്പോൾ സംഭവിക്കുന്ന മാറ്റം എത്രയോ പ്രകടമാണ്, എത്രയോ ആഴമാണ്. പിതാവായ ദൈവമേ, പെന്തക്കോസ്ത അനുഭവത്തിനായി ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ദൈവീക കൃപയുടെ അനുഭവം നൽകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, ആശംസിക്കാം. തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹാഗാർ തൻ്റെ പൊന്നോമന മകനായ ഇസ്മായിലിനെയും കൂട്ടി മരുഭൂമിയിലൂടെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നുണ്ട്. പുറത്താക്കപ്പെട്ടവളാണ് അവൾ. തൻ്റെ യജമാനത്തിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വിധിക്കപ്പെട്ടവൾ. ഉള്ളിൽ സങ്കടമുണ്ട്, അപമാനമുണ്ട്, അസ്വസ്ഥതയുണ്ട്. ഒരുപാട് കലുഷിതമായ മനസ്സുമായി അവൾ കുഞ്ഞിനെയും കൂട്ടി ഇങ്ങനെ നടക്കുക. കയ്യിലുള്ളതെല്ലാം തീർന്നു, വെള്ളം മുഴുവനും വറ്റിപ്പോയി. തൻ്റെ പൊന്നോമന മകൻ ഒരിറ്റ് വെള്ളത്തിനായി ദാഹിച്ചുകൊണ്ട് വാവിട്ട് കരയാണ്. കരച്ചിലടക്കാൻ പറ്റാതെ, അത് ഉൾക്കൊള്ളാൻ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഈ അമ്മ ഈ കുഞ്ഞിനെ ഒരു പാറക്കെട്ടിന് മുകളിൽ കിടത്തിയിട്ട് ഒരു കല്ലേറു ദൂരം മാറി നിന്ന് തമ്പുരാനെ വിളിച്ചു പ്രാർത്ഥിച്ചു, എനിക്കവൻ്റെ കരച്ചിൽ കേൾക്കാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, മരുഭൂമിയിൽ വെള്ളത്തിൻ്റെ ഉറവ പുറത്തേക്ക് വരിക. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തമ്പുരാൻ്റെ ഇടപെടൽ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഇത് തിരുവചനത്തിലെ ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഇത് ഈ ലോകത്തിൽ നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവമല്ല. പലയിടങ്ങളിലും പല മേഖലകളിലും കർത്താവ് ഇതുപോലെ കടന്നു വരുന്നുണ്ട് എന്ന് നാം ഓരോരുത്തരും വിശ്വസിക്കണം. നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈശോ മിശിഹ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ
പെയ്തിറങ്ങുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. കർത്താവായ ദൈവമേ, ആ അമ്മയുടെ മനസ്സ് പെടഞ്ഞപ്പോൾ, പുത്രന് വേണ്ടിയുള്ള അവളുടെ സ്നേഹം നീ തിരിച്ചറിഞ്ഞപ്പോൾ, അങ്ങ് അവരുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങിയതുപോലെ എൻ്റെ ജീവിതത്തിലേക്കും നീ കടന്നു വരണമേ എന്ന് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാനാവണം. ദൈവമേ, എൻ്റെ മനസ്സിങ്ങനെ വേദനിക്കുമ്പോൾ നിന്റെ സ്നേഹമായി എൻ്റെ അടുക്കിലേക്ക് നീ വരണം. ഞാനിങ്ങനെ ആകെ അസ്വസ്ഥതപ്പെട്ട് നിൽക്കുമ്പോൾ എൻ്റെ തോളിലേക്ക് ഇങ്ങനെ കരമിട്ട് ഒരു സുഹൃത്തിനെ പോലെ നിനക്ക് എന്നോട് ഇടപഴകാൻ പറ്റത്തില്ലേ? ആരും കാണാതെ ഞാൻ കരയുന്നത് നീ കണ്ടിട്ടില്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില വേദനകൾ, അത് ഹൃദയത്തിൻ്റെ നൊമ്പരം, അത് കണ്ണുകളിൽ കണ്ണുനീരായി കനിഞ്ഞിറങ്ങുമ്പോൾ ആരും കാണാതെ നമ്മളുടെ കിടക്കപ്പായകൾ, തലയിണകൾ, ബെഡ്ഷീറ്റുകൾ പലപ്പോഴും ഇങ്ങനെ നനഞ്ഞു കുതിർന്നിട്ടില്ലേ? അതാരും കാണാതെ എന്ന് പറയരുത്, അത് ദൈവം കാണുന്നുണ്ട്. ദൈവത്തിന് അതിനൊരു മറുപടിയുണ്ട്. വചനം പറയുന്നുണ്ട്, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ ഞാൻ എൻ്റെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഈശോയെ, എൻ്റെ മനസ്സിൻ്റെ വേദന തിരിച്ചറിഞ്ഞ് എൻ്റെ ഹൃദയത്തിൻ്റെ ഒറ്റപ്പെടൽ മനസ്സിലാക്കി സ്നേഹമായി, സ്നേഹിതനായി നീ എന്നിലേക്ക് കടന്നു വരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ആലപിക്കാം. സ്നേഹമേകീടേണമേ എൻ മനം നീറുമ്പോ, സ്നേഹിതനായി നീ വരണേ ഏകനാകുമ്പോ. സ്നേഹമേകീടേണമേ എൻ മനം നീറുമ്പോൾ, സ്നേഹിതനായി നീ വരണേ ഏകയാകുമ്പോൾ. ആരും കാണാതെ ഞാൻ കരയുമ്പോ, ആരോടും പറയാതെ ഞാനൊരുകുമ്പോ, ആരും കാണാതെ ഞാൻ കരയുമ്പോ, ആരോടും പറയാതെ ഞാനൊരുകുമ്പോ, ദൈവമേ ആശ്രയം നീ മാത്രമേ. ദൈവമേ ആശ്രയം നീ മാത്രമേ. ഉള്ളിൽ നിന്ന് അത് പറയാൻ പറ്റും. ദൈവമേ, എൻ്റെ ആശ്രയം നീ മാത്രമാണ്. അത് ജീവിതത്തിൻ്റെ ഒരു മന്ത്രണമാക്കി മാറ്റാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ്. വാക്കുകൊണ്ടും പാട്ടുകൊണ്ടും ഒക്കെ ഇത് നമുക്ക് ആവർത്തിച്ച് പറയാൻ പറ്റുമെങ്കിലും ജീവിതം കൊണ്ട് ഈശോയെ ഇത് പ്രാവർത്തികമാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം. പ്രായമേറെ ചെന്ന അബ്രഹാത്തിന് ദൈവമായ കർത്താവ് ജീവിതത്തിൻ്റെ സായന്തന സമയത്ത് ഒരു പുത്രനെ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വെറുതെ ഒരു പുത്രനെ നൽകി അനുഗ്രഹിച്ചതല്ല. ദൈവം അവനോട് പറഞ്ഞു, ഇതുപോലെ അനേകം മക്കൾ മണൽത്തരി പോലെ നിനക്കുണ്ടാകും. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് കുഞ്ഞിനെ കിട്ടിയതിൻ്റെ സന്തോഷം സാറായിയും അബ്രഹാമും അതിങ്ങനെ ആസ്വദിച്ചു. വയസ്സുകളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദൈവമായ കർത്താവ് അബ്രഹാത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അബ്രഹാമേ, ഞാൻ തന്ന നിന്റെ മകനുണ്ടല്ലോ, അവനെനിക്ക് തിരിച്ചു വേണം. പ്രിയമുള്ളവരെ, ഉടനടി ഉള്ളിൽ
ഉയരേണ്ട ചോദ്യം ഇത്രയാണ്. അങ്ങനെയെങ്കിൽ പിന്നെ തന്നത് എന്തിനാ കർത്താവേ? പക്ഷെ ചോദിച്ചില്ല, കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ദൈവം കുറച്ചുകൂടെ ക്രൂരനാവുകയാണ് അവിടെ. ദൈവം അവനോട് പറഞ്ഞു, വെറുതെ തന്നിട്ട് കാര്യമില്ല. ബലിപീഠമുണ്ടാക്കി ആ ബലിക്കല്ലിൽ അവനെ കെട്ടിയൊരുക്കി കയ്യിലെ കടാര കൊണ്ട് പൊന്നോമന മകൻ്റെ ചങ്കിലേക്ക് ഇങ്ങനെ കടാര കുത്തിയിറക്കണം. ഒരപ്പൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതിനും അവൻ സമ്മതിക്കുക. എന്നിട്ട് പുത്രനെയും കൊണ്ട് മലമുകൾ ലക്ഷ്യമാക്കി യാത്രയാകുമ്പോൾ ചങ്കിലേക്ക് കനല് കോരിയിടുന്നത് പോലെ പുത്രൻ്റെ ഒരു ചോദ്യം, അപ്പാ ബലിക്കുള്ള എല്ലാം ഉണ്ട്, പക്ഷെ കുഞ്ഞാടെവിടെ? ആ സമയത്ത് അപ്പൻ്റെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവനത് എന്തോ ഒരു മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ചു. അത് മനഃപൂർവ്വം പറഞ്ഞതൊന്നുമല്ല. അവൻ പറഞ്ഞു, അതിനെ ദൈവം തരൂ. പ്രിയമുള്ളവരെ, അബ്രഹാത്തെ വിശ്വാസികളുടെ പിതാവായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള കാരണം ഈ സംഭവം. തൻ്റെ പൊന്നോമന മകനെ ഒരിക്കലും ഇനി തിരികെ കിട്ടത്തില്ല. ഇവൻ്റെ രക്തം ചിന്തി പ്രാണൻ ഞാൻ എൻ്റെ ദൈവത്തിന് ബലിയായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കടാരി എടുത്ത് കുത്താൻ ഇറങ്ങുമ്പോൾ ഇതാ ദൈവം ഇടപെട്ട് അവൻ്റെ പുത്രനെ മരണത്തിൽ നിന്ന് മാറ്റി നിർത്തി കൃപ നൽകി അവനെ അനുഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ ദൈവീക ഇടപെടലിന് മുമ്പ് ആ പ്രായം ചെന്ന അപ്പൻ്റെ ചങ്കിലൂടെ കടന്നുപോയ ചിന്തകളെ ഒന്ന് പരിശോധിക്കുമ്പോൾ തീർച്ചയായും അവൻ പറഞ്ഞിട്ടുണ്ടാവും, ഓ എന്തൊരു പാഴ് ജന്മം അത്, എന്തിനാണ് ഈ ജന്മം? ഇങ്ങനെ ഒരു കുഞ്ഞിനെ തന്ന് തിരികെ എടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ കുഞ്ഞിനെ തന്നത്? ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ പെട്ട് അസ്വസ്ഥത അനുഭവിച്ചപ്പോൾ ഇതാ ദൈവം അവൻ്റെ ജീവിതത്തിലേക്ക് ഇടപെട്ട ആ ഒരു രീതി ഒന്ന് പരിശോധിക്കാം. വ്യക്തി ജീവിതത്തിലെ ഓരോ ദൈവാനുഭവങ്ങളും ഒന്ന് പരിശോധിച്ച്, ചില ജീവിതാനുഭവങ്ങൾ നമുക്കും ഉള്ളിൽ ഇതുപോലെ ചോദിക്കാൻ തോന്നിയിട്ടില്ലേ? ഒരു പാഴ് ജന്മമാണ്, മരിക്കുന്നതായിരിക്കും നല്ലത്, ആത്മഹത്യയുടെ ചിന്ത ഉള്ളിലേക്ക് കടന്നു വന്നിട്ടില്ലേ? പ്രിയമുള്ളവരെ, ഉള്ളിൽ പ്രാർത്ഥിക്കണം. നിരാശകളും നൊമ്പരങ്ങളും ഉള്ളിൽ എങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉള്ളിൽ നിന്ന് ഉയരേണ്ട പ്രാർത്ഥന ഇത്രമാത്രം, എൻ്റെ പൊന്നീശോയെ നീ എന്നെ കാണണം, എൻ്റെ കണ്ണുനീര് നീ കാണണം, നീ അല്ലാതെ വേറെ ആരുമില്ല എൻ്റെ ജീവിതത്തിൽ. ആ ഒരു ബോധ്യത്തിൽ ഈ ഒരു പ്രാർത്ഥന ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്തിനാണൻ ജന്മമെന്ന ചോദ്യമെൻ്റെ തോഴനായി കണ്ണുനീർമഴ തോർന്നിടാതെ പെയ്തിറങ്ങി വിഴികളിൽ ആരുമില്ലെന്നോർത്തു ഞാൻ, എന്തു വേണം ദൈവമേ? ആരുമില്ലെന്നോർത്തു ഞാൻ, എന്തു വേണം ദൈവമേ? നീ എന്നെ കാണണമേ, കണ്ണീരുമായ്ക്കിടമേ. നീയല്ലാതാരുമില്ല എന്നെ സ്നേഹിച്ചിടാൻ. സ്നേഹമേകിടണമേ എൻ മനം നീറുമ്പോ, സ്നേഹിതനായി നീ വരണേ ഏകനാകുമ്പോ. സ്നേഹമേകിടണമേ എൻ മനം നീറുമ്പോൾ, സ്നേഹിതനായി നീ വരണേ ഏകയാകുമ്പോൾ. നമ്മുടെ മനസ്സിലേക്ക്
നല്ല ഇടയനായി ഈശോയുടെ ചിത്രമൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഈശോയുടെ കയ്യിൽ ഒരു ആട്ടിൻകുട്ടി ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ട്. എന്തൊരു സുഹൃതം ചെയ്ത ആട്ടിൻകുട്ടിയാണല്ലേ. പ്രിയമുള്ളവരെ, ഈ ആട്ടിൻകുട്ടിയെ തൻ്റെ നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് വെച്ച് തൻ്റെ ആണിപ്പഴുതുള്ള കൈകൾ കൊണ്ടിങ്ങനെ തലോടിക്കൊണ്ട് ആ നല്ല ഇടയൻ തൻ്റെ സ്നേഹം ഈ ആടിന് പകർന്നു നൽകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ചെറിയൊരു മാറ്റം വരുത്തും. ഈ ആട്ടിൻകുട്ടിയെ ഈശോയുടെ കയ്യിൽ നിന്ന് പിടിച്ച് താഴെ ഇറക്കാം. ഇപ്പോൾ കൈകൾ ശൂന്യമാക്കപ്പെട്ട ആ കയ്യിലേക്ക് നമുക്കൊന്ന് കയറിയിരിക്കാം. ഇപ്പോൾ നമ്മുടെ മനസ്സിലുള്ള നല്ല ഇടയൻ്റെ ചിത്രത്തിൽ ആ ഈശോയുടെ കൈകളിലിരിക്കുന്നത് ആട്ടിൻകുട്ടിയല്ല, മറിച്ച് ഞാനാ. ഇത്രയും സുന്ദരമായൊരു ദൈവാനുഭവം നമുക്ക് വേറെ കിട്ടാനില്ല. പ്രിയമുള്ളവരെ, ഈശോയുടെ മുറിയപ്പെട്ട ചങ്കോട് ചേർന്ന് നിൽക്കാൻ, ഈശോയുടെ മുറിപ്പാടുള്ള കൈകളുടെ ആ തലോടൽ ആസ്വദിക്കാൻ ഇതാ ദൈവം ഒരവസരം നൽകിയിരിക്കുക. ഈ അവസരം നമുക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാം. ഈശോയോട് പറയാം, ഈശോയെ, ഞാൻ നിന്റെ പൈതലാ, നീ എൻ്റെ ദൈവ. വേറൊരു വാക്കിൽ പറഞ്ഞാൽ, ഞാൻ നിന്റെ മകനാ, നീ എൻ്റെ അപ്പനാ. ആ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ ആ ഒരു സംരക്ഷണതയുടെ ഉള്ളിൽ നമുക്കെന്നും ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ നിന്റെ പൈതലാണ് എൻ്റെ ദൈവമേ, നീ എൻ്റെ ദൈവവുമാണ്, നീ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറെ ആരുമില്ല. ആ ഒരു ചിന്ത ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ഈശോയുടെ വക്ഷസിലേക്ക് ഈശോയെ സ്നേഹിച്ച ശിഷ്യൻ കിടന്നതുപോലെ നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് ആട്ടിൻകുട്ടി പറ്റിച്ചേർന്ന് കിടന്നതുപോലെ നമുക്ക് നമ്മുടെ ശരീരത്തെ ഈശോയുടെ ശരീരത്തോട് ഇങ്ങനെ ചേർത്ത് നിർത്തി ഈശോയുടെ കാതിൽ മന്ത്രിക്കണം, ഞാൻ നിന്റെ പൈതലാണ്, നീ എൻ്റെ ദൈവമാണ്, നീ അല്ലാതെ വേറെ ആരുമില്ല എന്ന് ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആലപിക്കാം. പാതി വഴിയിൽ പാവമെന്നെ പിരിയരുതൻ ദൈവമേ, പുലരുവോളം വഴിവിളക്കായി തെളിയണേയൻ പാതയിൽ, കരുണ ചൊരിയും കരവുമായി അരികിലലിവായി അണയണേ. കരുണ ചൊരിയും കരവുമായി അരികിലലിവായി അണയണേ. നീ എൻ്റെ പൈതലല്ലേ, നീ എൻ്റെ ദൈവമല്ലേ, നീയല്ലാതാരുമില്ല എന്നെ സ്നേഹിച്ചിടാൻ. സ്നേഹമേകിടേണമേ എൻ മനം നീറുമ്പോൾ, സ്നേഹിതനായി നീ വരണേ ഏകനാകുമ്പോൾ. സ്നേഹമേകിടേണമേ എൻ മനം നീറുമ്പോൾ, സ്നേഹിതനായി നീ വരണേ ഏകയാകുമ്പോൾ. ആരും
ഹൃദയത്തിൽ ദൈവത്തെ മാത്രം ധ്യാനിക്കുക. ഒരു നിമിഷം ഒന്ന് മനസ്സിലൊന്ന് കണ്ടു നോക്കിയേ. ഞാൻ എൻ്റെ ദൈവത്തെ ഇങ്ങനെ നെഞ്ചോടിങ്ങനെ ചേർത്ത് വെച്ചിരിക്കുക. ഒരു സുഹൃത്തിനെ കാണുമ്പോൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ നാം സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുന്നത് പോലെ ഞാൻ ഇന്ന് ആലിംഗനം ചെയ്യുന്നത് എൻ്റെ ദൈവത്തെയാണ്. അതിൽ പൈതൃകമായ സ്നേഹമുണ്ട്, മാതൃസഹജമായ വാത്സല്യമുണ്ട്. അവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇതാ ദൈവം നമ്മെ തൻ്റെ നെഞ്ചോടിങ്ങനെ ചേർത്ത് വച്ചിരിക്കുക. ആ ദൈവത്തിൻ്റെ സ്നേഹവലയത്തിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും നാം ഈ ഒരു ചിന്തയിലൂടെ കടന്നു പോകണം. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പൈതലാണ്, ദൈവം എൻ്റെ അപ്പനാണ്. ആ അപ്പൻ്റെ മുമ്പിൽ ഒരു മകന് മകള് എങ്ങനെയാണോ ആ ഒരു ആത്മീയ സൗന്ദര്യം ആസ്വദിച്ച് ജീവിക്കുന്നത്, ആ ഒരു ഭാവത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ദൈവമേ, നീ മാത്രമാണ് എൻ്റെ ആശ്രയം, നീ മാത്രമാണ് എൻ്റെ പ്രത്യാശ. നിന്നിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. വേണ്ട പോകരുതേ നാഥാ, നിൽക്കണമേ. തീർത്തു കൊള്ളാം ഞാൻ നല്ലൊരു പൂമണ്ഡപം. വാ യേശു നാഥാ, യേശുനാഥാ, വാ സ്നേഹനാഥാ, എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാ യേശുനാഥാ. വിജയ പതാകേ